എവിടെ വീട് എവിടെ? തമ്മനം. എയർആർമ്സ് കാണാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? താങ്കൾ റിലേഷൻഷിപ്പിനോട് വല്ല താല്പര്യം ഉണ്ടോ നിലവിൽ? ഇപ്പോൾ ഇല്ല. ലൈനുണ്ടോ? ഉണ്ടായിരുന്നു. കാര്യം എന്നാ പറ്റി? ബ്രേക്കപ്പ് ആണോ? എന്ത് ഫാമിലി ഇഷ്യൂ ആണോ? അല്ല നോർമലി പോയതാ. ആണല്ലേ? എന്താ പേടിക്കണേ? എന്തെങ്കിലും പറ, തുറന്ന് പറ, എന്ത് പറ്റി? റിവ്യൂസ് നേരത്തെ ഇങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പബ്ലിക്കായിട്ട്? അങ്ങനെ ഇല്ലല്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗേൾസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ബോയ്സാലോ, ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് എന്താ തോന്നുക? അവരിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു എന്താ തോന്നുക? അതിന് ഒരു വേറെ കാര്യമുണ്ടല്ലോ. അപ്പോൾ താങ്കൾക്ക് തന്നെ അഭിപ്രായം പറയാനുള്ളത്? ഗേൾസിനെ കണ്ടതിന് അട്രാക്റ്റീവ് ആയിട്ട് തോന്നണം. തോന്നുന്നത് പെട്ടെന്ന് നമുക്കൊരു, പലർക്കും പലൊരു ആശയം ഉണ്ടല്ലോ. അപ്പം ബ്രോയ്ക്ക് തന്നെ തോന്നുന്നത് കാണാൻ കൊള്ളാവുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ എങ്ങനെ പെട്ടെന്ന് പോയി ഇമ്പ്രസ് ചെയ്ത്, അതായത് ഇഷ്ടമെന്ന് പറയുമോ, അങ്ങനെയൊക്കെ പെട്ടെന്ന് നിന്ന് പറയുമോ? അങ്ങനെ ക്രഷ് അടിക്കുമോ? ക്രിഞ്ച് പോലെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെയൊക്കെ? ഇല്ലല്ലേ? ഓക്കെ ശരി താങ്ക് യു. ഓക്കെ അല്ലേ? ഹലോ ഓക്കെ അല്ലേ? ഓക്കെ. ബ്രോയുടെ പേരെന്നാ? രാഹുൽ അല്ലേ? എന്താ ചെയ്യണേ? ഞാൻ വർക്ക് ചെയ്യുക ഗ്രീൻ സ്റ്റോറിലല്ലേ? ഓക്കെ. ബ്രോയ്ക്ക് ലൈനുണ്ടോ? ഇല്ല. എന്താ ലൈനില്ലാത്ത താല്പര്യമില്ലേ? അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടില്ലല്ലോ. പിള്ളേരൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികം. നമ്മൾ ബോയ്സ് എങ്ങനെ അവിടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? നമ്മളെങ്ങനെ ഒരു ഫ്രണ്ട്ലിയായിട്ട് നമ്മളൊരു രണ്ട് പിള്ളേരൊക്കെ പോകുമ്പോൾ എങ്ങനെ അവരെ നോക്കണം, എങ്ങനെ കാണണം? ഇപ്പോൾ അവരുടെ ഒരു ലുക്ക് വൈസ് ചെയ്ത് ആണല്ലേ? കൂടുതലായിട്ട് അവരെ ഒരു അട്രാക്ഷൻ നമുക്ക് തന്നെ വന്നു അവരെ. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് വേറെ ബോയ്ക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ അവരുടെ ഡ്രസ് സെൻസ് ആയിരിക്കും അങ്ങനത്തെ. കിഡ്സ് ആണോ അതോ ആന്റി ലവർ ആണോ ഇഷ്ടം? അതായത് ആന്റിമാരാണോ? അതായത് ഒരു മീഡിയം അങ്ങനെ ഒരു നോക്കാറില്ല, ജസ്റ്റ് ആണല്ലേ? ഓക്കെ. ഇതിപ്പോ എന്തിനാ വന്നപ്പോഴേ പടമെല്ലാം കാണാൻ വേണ്ടി? പടം നമ്മൾ ഏറമാണ്. എങ്ങനെയുണ്ട് ഏറം കണ്ടിട്ട്? കാണാനുള്ളൊരു എക്സ്പീരിയൻസ് കൂട്ടുകാരും കണ്ടതിൽ ആരെങ്കിലും എന്തെങ്കിലും? എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ആണല്ലേ? മറ്റേ വേറെ ഏതെങ്കിലും പണ്ടം കണ്ടിട്ടുള്ളത്? കിഷ്കിന്ധാണ്ടം കണ്ടായിരുന്നു ഇന്നലെ. കിഷ്കിന്ധാണ്ടം നല്ലൊരു ത്രില്ലർ സിനിമയാണ്. ആണല്ലേ? ഫ്രണ്ട്സ് ആയിട്ട് പോയി കാണാം, ഫാമിലി ആയിട്ട്? എല്ലാം ഒറ്റയ്ക്ക് പോയി കാണാറുള്ളത്. ആണല്ലേ? ഓക്കെ താങ്ക് യു. ഓക്കെ. തൻ്റെ പേരെന്നെ? കരീന. എന്താ ചെയ്യണം ഇപ്പോൾ? ഡിഗ്രി കഴിഞ്ഞല്ലേ? ഇപ്പോൾ വീട് ഇവിടെയാണോ, അടുത്താണോ? ആണല്ലോ. ഇവിടെ എങ്ങനെ വന്നു കയറി? എങ്ങനെ സംഭവം? ഞാൻ പാർട്ട് ടൈം അന്വേഷിച്ച് വന്നതാണ്. ആണല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് ഓർത്തു. ആണല്ലേ? ഓക്കെ. ഫ്രണ്ട്സ് ഉണ്ടോ അതോ തന്നെയാണോ നിങ്ങൾ വന്നേക്കണേ? തന്നെയാണോ? ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടി. ആണോ? ഇൻട്രസ്റ്റ് ഉള്ളതാണോ? ബുക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണോ? ഇല്ല, ഞാൻ അങ്ങനെ വായിക്കില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുന്ന ഇതനുസരിച്ച് ഞാൻ വായിക്കണം. ആണല്ലേ? ഓക്കെ. തനിക്ക് വല്ല റിലേഷൻഷിപ്പിനോടൊക്കെ താല്പര്യമുള്ള ആളാണോ? അല്ല, എൻ്റെ മാരേജ് കഴിഞ്ഞതാണ്. മാരേജ് കഴിഞ്ഞായിരുന്നോ? ഓക്കെ. പുള്ളി എന്നാ പരിപാടി? കമ്പനി എവിടെ? പ്ലംബിംഗ്. ഓക്കെ. ആണല്ലേ? ഓക്കെ. കണ്ടതെന്ന് ഒരു കൊച്ചു കുട്ടിയെ പോലെ തോന്നി, അതായത് ചോദിച്ചല്ലേ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ. എങ്ങനെ പുള്ളിയായിട്ട് എങ്ങനെ അറ്റാച്ച്മെന്റ്, എങ്ങനെ അടുപ്പം എങ്ങനെ? പറഞ്ഞു കുഴപ്പമില്ല, പറഞ്ഞോ. അല്ല, ഞങ്ങൾ ആദ്യം റിലേഷൻഷിപ്പിലായി, പിന്നെ വീട്ടിൽ പറഞ്ഞു കല്യാണമൊക്കെ. ആണല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ ഏതാ പുസ്തകം വായിക്കണം? ഇവിടെ ഉള്ള ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഫേമസ് ആയ? ഞാൻ വായിച്ചത് മീര സദ്വ, KR മീരയുടെ. ഓക്കെ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ബുക്ക് അങ്ങനെ വായിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും വരുന്നതനുസരിച്ച് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ബാക്കിലത്തെ അതൊന്ന് നോക്കാറുണ്ട്. ആണല്ലേ? ഓക്കെ. ഒരു മിനിറ്റ് കിട്ടി. നമ്മൾ ബുക്കിൻ്റെ കാര്യം സംസാരിച്ചില്ലായിരുന്നോ? അപ്പോൾ താങ്കൾക്ക് ഈ വായിക്കുമ്പോൾ കൂടുതൽ ഒരു അട്രാക്ഷൻ കിട്ടിയ ഏതെങ്കിലും ബുക്സായിട്ടും ഫേമസ് ആയ എന്ത് അതിലുള്ളത്? അല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വായിക്കുന്നേ മീര സദ്വ. അത് ജസ്റ്റ് അതിൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് സ്റ്റോറി, ആ ഒരു സീനിലായിട്ടാണ്. ആണല്ലേ? ഓൾറെഡി ലവ് സ്റ്റോറി ഭയങ്കര ഒരു താല്പര്യമുള്ളതാണോ? ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. അതിലൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു എന്താ പറയുക, പ്രതികാരത്തിൻ്റെ ഒരു ഇത് അതിനകത്ത്. ലവ് സ്റ്റോറി പ്ലസ് പ്രതികാരം ചെയ്യുക, അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു അത്. ആണല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം അത് വായിക്കുന്നത്. ഞാൻ വേറെ ബുക്സ് വായിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ മീരാസ് അത് വായിക്കുന്നത്. പുസ്തകം ഏത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി? ഏജ്, അതായത് ഒരു സ്റ്റാർട്ടിങ് 10th-ലോ 11th? ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഇവിടെ കടയിൽ ഷോപ്പിൽ കയറിയപ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് തന്നെ ഇങ്ങനെ പല ആൾക്കാരും വന്നു പോകുമ്പോഴത്തേക്കും
ജസ്റ്റ് എന്താന്ന് വായിച്ചു നോക്കാമെന്ന് കരുതി ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് വായിച്ചു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ വന്നവരോട് ഇപ്പോൾ സെയിൽ ചെയ്യാനോട് നിങ്ങളിപ്പോൾ ഓൾറെഡി ഇത് വന്നവരോടൊക്കെ സംസാരിക്കും, അതായത് ഇങ്ങനെ പുസ്തകം വായിക്കണം, ഈ പുസ്തകം വായിക്കണം? ഇവിടെ വരുന്ന ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനായിട്ടുള്ള പല ടൈപ്പ് ബുക്സ് ഉണ്ടല്ലോ നമ്മുടെ. എല്ലാം ഓൾറെഡി ടോട്ടൽ എല്ലാ ഫേമസ് ആയ പുസ്തകങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. അവർ ഉദ്ദേശിച്ച സാധനം ഇവിടെ കിട്ടും. അതെ, എല്ലാ ബുക്സും ഉണ്ട്. നമുക്ക് മോട്ടിവേഷൻ ആയാലും പിന്നെ സെൽഫ് ആയാലും എന്താ പറയുക, ഹിസ്റ്ററി, ഫിക്ഷൻ, ലിറ്ററേച്ചർ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാവും. അവരുടെ ഇഷ്ടത്തിന് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബുക്ക്, ക്ലിയർ ചെയ്ത് കൊടുക്കും. ടീൻ ഫിക്ഷൻ ആണോ, ടീനേജ് ആണോ, അല്ലെങ്കിൽ വലിയവരാണോ, അതനുസരിച്ച് നമ്മൾ ബുക്ക് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. വേറെ ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇവിടെ എത്ര പേര് ടോട്ടൽ, അതായത് കയറി വന്ന് എത്ര പേരുണ്ടായിരിക്കും നിലവിൽ? കപ്പിൾസ് കൂടുതലായിട്ട് വരാറുണ്ടോ? അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? കപ്പിൾസ് എല്ലാവരും വരാറുണ്ട്. കപ്പിൾസ്, പിന്നെ മുതിർന്നവര്, സ്റ്റുഡൻസ്. ഇവിടെ സെന്റ് ട്രീസാസ് അടുത്തല്ലേ, അവിടുത്തെ സ്റ്റുഡൻസ് മിക്കവരും എല്ലാ ഡേയും വന്ന് കയറി അവർക്ക് വേണ്ട ബുക്സ്